ഹലോ പ്രിൻസ് ആണ് ട്രാവൽ വിത്ത് സാം. ഞാനിപ്പോൾ ഉള്ളത് കൂർഗിലാണ്. കൂർഗിൽ ഓറിക്ക കൂർഗ് എന്ന് പറയുന്ന ഒരു 5 സ്റ്റാർ പ്രീമിയം പ്രോപ്പർട്ടിയിലാണ്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ആംബിയൻസ് ആണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊരു സ്പ്രെഡ് അക്രോസ് ഒരു പ്രോപ്പർട്ടിയാണ്. 45 ഏക്കേഴ്സ് ലാൻഡിലാണ് ഇവർ ഈ ഒരു പ്രോപ്പർട്ടി ബിൽഡ് ചെയ്തിട്ടുള്ളത്. 3 കാറ്റഗറിയിലായിട്ട് 55 റൂംസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. ഒരിക്ക റിസോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ് ഏരിയ ആണ് കേട്ടോ ഇത്. ജസ്റ്റ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ലക്ഷറി ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് ഡിസൈനിങ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ ആണ്, ഒരു ഓപ്പൺ സ്റ്റൈൽ റിസപ്ഷൻ ആണ്. ദെൻ നമ്മൾ റിസപ്ഷനകത്തേക്ക് കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ബ്ലോക്കിലാണ് നമ്മുടെ റൂംസുകൾ കംപ്ലീറ്റ് വരുന്നത്. നമുക്ക് സ്റ്റാർട്ടിംഗ് കാറ്റഗറി ആയിട്ടുള്ള ഡിലക്സ് റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂം എന്ന് കാണാം. ഇതാണ് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി ആയിട്ടുള്ള ഡിലക്സ് റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വലുപ്പമുള്ള റൂമാണ്. അത്യാവശ്യം നല്ല ലക്ഷറിയസ് ലുക്കിൽ തന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളും ഒക്കെ ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് മിനി ഫ്രിഡ്ജും അതേപോലെ തന്നെ കോഫി മേക്കർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതാണ് ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ്. ടോയ്ലറ്റ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് സ്പേസ് ആണ്. പ്രീമിയം എമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ ഒരു ടോയ്ലറ്റിലും യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്ക് ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂമിന് നമുക്കൊരു പ്രൈവറ്റ് ബാൽക്കണി സ്പേസും കൂടി ഉണ്ട്. ഇതാണ് ഈ ഒരു റൂമിൻ്റെ ബാൽക്കണി സ്പേസ്. ബാൽക്കണി സ്പേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് ഒരു പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ്. ഇവിടെ വന്നപ്പോൾ കണ്ടൊരു പ്രത്യേകതയാണ് കേട്ടോ, ഒരുപാട് സിറ്റിംഗ് സ്പേസ് ഉണ്ട്. എല്ലാ കൊറിഡോർ കോർണറുകളിലും ഇതേപോലെ സിറ്റിംഗ് സ്പേസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഡിലക്സ് റൂം കാണാൻ പോയ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിലും ഇപ്പോൾ ഈ ഒരു ഫ്ലോറിലാണെങ്കിലും ഒരുപാട് സ്പേസ് ഇതേപോലെ ഇവർ കൺവേർട്ട് ചെയ്തിട്ട് സിറ്റിംഗ് സ്പേസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഇവിടുത്തെ നെക്സ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള പ്രീമിയം റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂം എന്ന് കാണാം. ഇതാണ് ഇവിടുത്തെ പ്രീമിയം റൂം എന്ന് പറയുന്ന കാറ്റഗറി. ഇവിടെ നമുക്ക് ഡിലക്സ് റൂമിൽ 27 റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പ്രീമിയം റൂം എന്ന് പറയുന്ന കാറ്റഗറിയിലും 27 റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് കണ്ട ഡിലക്സ് റൂമും ഈ ഒരു പ്രീമിയം റൂമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയറിലുള്ള ചെറിയ ഡിഫറൻസും അതേപോലെ തന്നെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാൽക്കണി സ്പേസിലുള്ള ഡിഫറൻസ് ആണ്. ഈ പ്രീമിയം റൂമിൻ്റെ ബാൽക്കണി സ്പേസിൽ വന്നിട്ട് നമുക്കൊരു ഡേ ബെഡാണ് ഉള്ളത്. ഡേ ബെഡും അതേപോലെ തന്നെ ചെയറും ഉണ്ട് ഇവിടെ. നമ്മൾ കണ്ട ഡീലക്സ് റൂമിൽ വന്നിട്ട് 2 ചെയർസ് മാത്രമേ ഉള്ളൂ. അതാണ് മെയിൻ ഒരു ഡിഫറൻസും പറയണത്. പിന്നെ ഇൻറ്റീരിയറിൽ ചെറിയ ചെറിയ ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട്. ഇതാണ് ഈ ഒരു പ്രീമിയം റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ്. ടോയ്ലറ്റ് സ്പേസിലാണെങ്കിലും വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓൾമോസ്റ്റ് സെയിം ആണ് ഡിലക്സ് റൂമിൻ്റെയും പ്രീമിയം റൂമിൻ്റെയും ടോയ്ലറ്റ് സ്പേസുകൾ. ദെൻ നമുക്കിവിടെ ഒറിക്ക സ്വീറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും കൂടിയുണ്ട്. ഒരു റൂം മാത്രമേ ആ ഒരു കാറ്റഗറിയിൽ അവൈലബിൾ ഉള്ളൂ. നമ്മൾ വന്ന ദിവസം അത് സോൾഡ് ഔട്ട് ആയതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിവിടുത്തെ ഒരു കോഫി ഷോപ്പാണ്, കോഫി ലോഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു കോഫി ഷോപ്പാണ്. ഇവരുടെ തന്നെ ഇവിടെ പ്രോഡക്റ്റ്സ് ഉണ്ട്, അതായത് കോഫി പ്രോഡക്റ്റ്സ് ഉണ്ട്. അത് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. സ്വിമ്മിംഗ് പൂൾ ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നൈസാണ് കേട്ടോ. തന്നെ ഈ ഒരു ബ്ലോക്കിൽ വന്നിട്ടാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് സ്പേസും ബാങ്കറ്റ് സ്പേസും ഒക്കെ വരുന്നത്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് സ്പേസ്. റെസ്റ്റോറൻറ്റ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. അതേപോലെ തന്നെ നല്ല ലക്ഷറി ലുക്കിൽ ഇവർ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയറും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതാണ് ഇവിടുത്തെ ബാങ്കറ്റ് സ്പേസ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബാങ്കറ്റ് സ്പേസ് ആണ്. ദെൻ നമുക്കിവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കിഡ്സ് പാർക്കും അവൈലബിൾ ആണ്. ദെൻ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസും ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്കുണ്ട്. അപ്പോൾ ഒറിക്ക റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതുപോലെയുള്ള പുതിയ പുതിയ റിസോർട്ട്സിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒറിക്ക റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ബുക്കിങ്ങിനും മറ്റ് ഡീറ്റെയിൽസിനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മാക്സിമം നല്ല ബെസ്റ്റ് റേറ്റിൽ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. പുതിയൊരു ഡെസ്റ്റിനേഷനിൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.